ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്താണ് വിശേഷം? എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനില്ലേ രാത്രിക്കത്തെ ഡിന്നറിനായിട്ട് നമ്മുടെ അട്ടിപ്പത്തിരില്ലേ, ചിക്കൻ പത്തിരി, അത് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ബോൺലെസ് ചിക്കനില്ലേ കുറച്ച് എടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റായിട്ടൊന്ന് അടുക്കി പിടിച്ച പോലെ ആദ്യം, പിന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. പക്ഷേ ഞാൻ ഗ്യാസിലല്ല വെച്ചത്, ഞാൻ ഇൻഡക്ഷനിലാണ് വെച്ചത്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഗ്യാസിൽ വെക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ തന്നെ മൂടി വെച്ചാൽ മതി. ചിക്കന് പെട്ടെന്ന് വെള്ളം ഇറങ്ങി വന്നോളൂ കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, പെപ്പർ പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല, ഇത്രയാണ് ആഡ് ആക്കിയിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ആക്കിയിട്ട് എല്ലാം ഒരു ഹാഫ് ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാംസോളം ചിക്കൻ ഉണ്ടാവും. ബോൺലെസ് ചിക്കനാണ് കേട്ടോ, അതുണ്ടാവും. എന്നിട്ട് അതിനൊന്ന് മിക്സ് ആക്കാം. ഇതാണ് കണ്ടോ, ഇത് പുതിയ തവിയായിരുന്നു കേട്ടോ, എടുത്തപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ ആ തവി കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഇത് മൂടി വെക്കുന്നില്ല, മൂടി വെക്കാതെ തന്നെ ഞാനിത് കുക്കാക്കി എടുക്കാൻ പോവാം. ഒരു ഏകദേശം 5-6 മിനിറ്റോളം ഞാൻ ഇത് കുക്കാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഗ്ലാസ്, അതാത് പാത്രങ്ങൾ എല്ലാം അതാത് സ്ഥലത്ത് വെച്ച് കാണാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇത് ഞാൻ എല്ലാം ഇവിടെ വെക്കാനുള്ളതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളി മുറിക്കണം. ഉള്ളി മുറിക്കുന്ന ഇടയിലാണ് എൻ്റെ ചെറിയ മോളുടെ ചെറിയൊരു കുസൃതിക്കളി. അവളെന്തായാലും ഒരുപാട് അങ്ങോട്ട് എന്നോട് അറ്റാച്ച്ഡാണ് കേട്ടോ. എത്ര അപ്പുറം ഞാൻ ഉണ്ടാക്കിയാലും, അപ്പുറം പോകാൻ പറഞ്ഞാലും പോവാതെ ഭയങ്കര അറ്റാച്ച്ഡാണ് അവൾ. ഞാൻ എന്ത് പറഞ്ഞാലും അതനുസരിക്കും. അതുകൊണ്ട് തന്നെ എനിക്കത്ര അവളോട് എതിർക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു എല്ലാ ഉമ്മമാരുടെ ചെറിയ മക്കളും അങ്ങനെ തന്നെ ആയിട്ടുണ്ടാവും, ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാകും അവർ ഉമ്മമാരോടും. അങ്ങനെ ഇത് ഞാൻ ഇനിയിപ്പോൾ ചിക്കൻ മസാല റെഡിയാക്കാൻ പോവുക. അതിലോട്ട് ഞാനൊരു 3-4 ഉള്ളി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ചും മല്ലിച്ചപ്പും കൂടി മുറിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ പേസ്റ്റായിരുന്നു കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റായിരുന്നു, മുറിച്ചതില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പേസ്റ്റ് തന്നെ ആഡ് ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാനിന് വെള്ളമൊക്കെ ആറിയിട്ട് വന്നോളട്ടെ. ആ സമയത്ത് ഇത് ചിക്കൻ റെഡി ആയിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ ഞാനില്ല ഇങ്ങനെ ചിക്കിയിട്ട് അങ്ങനെ എടുക്കുന്നതല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്തപ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ വിട്ടിട്ട് വേറെ ആയിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ ഈ തവി കൊണ്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ പെട്ടെന്ന് ഇതിനേക്കാളും പെട്ടെന്നായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തി ചതക്കുന്ന ആ ഒരു സാധനമില്ല, ആ ഹെവിയുള്ള ആ ഒരു കല്ല് പോലത്തെ ഒരു സാധനം എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. എല്ലാ ഇറച്ചിയും ചിക്കൻ അങ്ങനെ വേറെ ആയി കിട്ടിക്കോളാം കേട്ടോ. ഇനി ഇതിപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ 1 ടേബിൾ സ്പൂണോളം പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആ സമയത്തിന് ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ഞാൻ ആഡ് ആക്കാൻ പോവാണ് ചീസും മയണൈസും. അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കർണാടകത്തെ ദസറ ലീവൊക്കെ കിട്ടാൻ പോകും. അപ്പം നമ്മൾ എന്തായാലും കുറച്ച് സമയത്തിന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ ഒരു തിരക്കിലായിരിക്കും. അപ്പോൾ ഫ്രിഡ്ജിനുള്ളിൽ പൊട്ടിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതൊന്നും ഇപ്പോൾ കാലിയാക്കണം. എന്നിട്ട് ഇതിലേക്ക് എല്ലാ മസാലകളും ചേർത്തിട്ടില്ലേ, ചിക്കനും കൂടി ആഡ് ആക്കിയിട്ട് കുറച്ച് മസാലകൾ ഇതിലും ആഡ് ആക്കിയിട്ടുണ്ട്. ഇത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ മസാലകളൊക്കെ ഇതിലും ആഡ് ആക്കിയിട്ടുണ്ട്. ചിക്കനിലോട്ട് ഇട്ട് കൊടുത്ത മസാലകളും ഉള്ളിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ അവസാനം ആഡ് ആക്കിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ അവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മൈദ ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മൈദയുടെ ചപ്പാത്തി എത്ര തിന്നായിട്ട് നിങ്ങൾക്ക് പരത്താൻ പറ്റുന്നുണ്ടോ അത്രയും തിന്നാക്കിയിട്ട് പരത്തിയാലേ ഈ ചിക്കൻ പത്തിരി നല്ല ടേസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അരപ്പയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഓരോ ചപ്പാത്തികളും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. ഇനി ഇതിലോട്ട് ഞാൻ ഒരു മുട്ടയും ഒരു 1/4 കപ്പോളം പാലും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ആക്കുക. കാരണം മസാലയിൽ നല്ല എരിവായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് എക്സ്ട്രാ എരിവുകളൊന്നും ചേർക്കുന്ന വേണ്ടെന്നാണ് വിചാരിച്ചത്. അങ്ങനത്തെ മുട്ടയും പാലും ഞാൻ നല്ലോണം ഒന്ന് ബീറ്ററിൽ ഹാൻഡ് വിസ്കിൽ തന്നെ ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ എക്സ്ട്രാ ഞാൻ ചേർക്കാൻ പോകുന്നത് തൈരും മയണൈസാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചിക്കൻ പത്തിരിയിൽ തൈര് ആഡ് ആക്കാറുണ്ട്, മയണൈസ് ആഡ് ആക്കിയിട്ടില്ലായിരുന്നു. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. മയണൈസിൻ്റെ ആ ടേസ്റ്റ് നമ്മൾ കോസ്റ്റിലൊക്കെ ഉണ്ടാക്കുന്ന തൈരും മയണൈസും മിക്സ് ആക്കിയിട്ട് ആ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇതിൽ കിട്ടാൻ പോകുന്നത്. പക്ഷെ അത് വേണ്ട,
അത് ഓപ്ഷണലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇട്ട് കൊടുത്തത്. എനിക്ക് തോന്നി എപ്പോഴത്തെ പോലെ നമ്മൾ തൈര് വെച്ചിട്ട് മസാല ഇങ്ങനെ ഫില്ലിംഗ് ആക്കുന്നില്ല, അതായിരുന്നു ബെറ്റർ എന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു 10 ദിവസം ഏകദേശം ലീവ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ളതാണ്. അപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ടുള്ള എല്ലാ പാക്കറ്റ്സിനും ഒന്ന് കാലിയാക്കണമായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാനത് പൊട്ടിച്ച് അങ്ങനെ മിക്സ് ആക്കിയിട്ട് വെച്ചത്. ഇത് കണ്ടു, ഇത് പുതിയ തവയായിരുന്നു കേട്ടോ. ഇവിടെ റബ്ബിൽ ലെവൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുള്ള തവയായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നെയ്യിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഒരു കളർഫുള്ളായിട്ട് നമുക്ക് ഈ റൊട്ടിയില്ലേ മേൽഭാഗത്ത് ചപ്പാത്തിയുടെ മൈദ പൊറോട്ട, അതങ്ങനെ ഒരു കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തത്. അത് ഞാൻ ആ മൈദയുടെ നമ്മൾ ചപ്പാത്തിയില്ലേ അതിൽ തന്നെ ഇങ്ങനെ ഒന്ന് തവയിലോട്ട് ഫുള്ളാക്കിയിട്ട് അങ്ങ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു തവ വെച്ച് കൊടുക്കുക, റൊട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മയണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. മയണൈസും തൈരും അതിൻ്റെ മുകൾ ഭാഗത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പാലും മുട്ടയിൽ മുക്കി കൊടുത്തിട്ട് കുറച്ച് പ്രസ് ആക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മറിച്ചിടുമില്ലേ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ആക്കണം കേട്ടോ. അത് നിർബന്ധമാണ് കേട്ടോ. ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പ്രസ്സാക്കി കൊടുക്കണം. അങ്ങനെ ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് അവസാനം ബാക്കി വന്ന മുട്ടയും പാലും മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടില്ല വേറൊരു തവ തന്നെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറിച്ചിടുമ്പോൾ ഈ തവയിലോട്ട് ഡയറക്റ്റ് അങ്ങോട്ട് അപ്ലൈ ആക്കാമല്ലോ. അപ്പോൾ അത് നല്ല എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ 2 എണ്ണ ഉണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇനി ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് പാത്രങ്ങളുടെ ഓപ്ഷൻ ഉള്ളത് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ടിത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാതെ ഉണ്ട്, 2 പാത്രം യൂസ് ആക്കിയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാതെ തന്നെ മറിച്ചിടാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇത് മറിച്ചിട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. ഇത് മറ്റേ സൈഡും കുക്കായിട്ട് കുറേ നേരമായിട്ട് ഓഫാക്കി വെച്ചിട്ട് അതുകൊണ്ട് തന്നെ നല്ല തണുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മുറിക്കുമ്പോൾ കയ്യിലിങ്ങനെ തൊടാനും പറ്റുന്നുണ്ട്, കഴിക്കാനാവുന്ന അത്രയും തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കട്ടാക്കാം. പിന്നെ കട്ടാക്കിയിട്ട് കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും മറക്കല്ലേ. അപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് സബ്സ്ക്രൈബും ലൈക്കും ആക്കി ഒന്ന് സപ്പോർട്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാനിവിടെ വൈൻഡപ്പ് ആക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൽ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. മയണൈസ് ഇട്ടത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ആക്കി നോക്കാം. അട്ടിപത്രിയിൽ കുറച്ച് മയണൈസ് ആഡ് ആക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ആക്കിയിട്ട് നോക്കാം, നിങ്ങൾക്കും നല്ല ഇഷ്ടപ്പെടും. എന്തെങ്കിലും ഫീഡ്ബാക്കും അറിയിക്കാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.